ഇന്നിവിടെ വന്നിരിക്കുന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയിലെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാള സിനിമയെക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. പരീക്ഷകൾക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. മലയാള സിനിമയുടെ പിതാവ് ആരാണെന്നറിയാമോ? മലയാള സിനിമയുടെ പിതാവ് ആരാണ്? മലയാള സിനിമയുടെ പിതാവ് എന്ന് പറഞ്ഞാൽ JC ഡാനിയൽ ആണ്. ഓർത്ത് വെച്ചോളുക. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നു JC ഡാനിയൽ. ഫാദർ ഓഫ് മലയാള സിനിമ. ആൻസർ JC ഡാനിയൽ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ആദ്യത്തെ മലയാള സിനിമ ഏതാണ്? ആദ്യത്തെ മലയാള സിനിമയാണ് വിഗതകുമാരൻ. ഫസ്റ്റ് മലയാളം മൂവി. ആൻസർ എന്താണ്? ഫസ്റ്റ് മലയാളം മൂവി. ആൻസർ വിഗതകുമാരൻ. ഫസ്റ്റ് മലയാളം മൂവി വിഗതകുമാരൻ. അതൊരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് കേരളത്തിലെ ആദ്യത്തെ നിശബ്ദ ചലച്ചിത്രം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ നിശബ്ദ ചലച്ചിത്രം ഏതാണ്? വിഗതകുമാരനാണ്. ഫസ്റ്റ് സൈലന്റ് മൂവി ഓഫ് മലയാളം. ആൻസർ എന്താണ്? ഫസ്റ്റ് സൈലന്റ് മൂവി ഓഫ് മലയാളം. ആൻസർ വിഗതകുമാരൻ. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം ഏതാണ്? ബാലൻ. ഏതാണ്? ബാലൻ. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം. ആൻസർ ബാലൻ. ഫസ്റ്റ് സൗണ്ട് മൂവി ഓഫ് മലയാളം. ആൻസർ ബാലൻ. അതുപോലെ പറയുകയാണെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ചലച്ചിത്രം ഏതാണ്? മൂന്നാമതൊരാൾ. ഏതാണ്? മൂന്നാമതൊരാൾ. ഫസ്റ്റ് ഡിജിറ്റൽ മൂവി ഓഫ് മലയാളം. ആൻസർ മൂന്നാമതൊരാൾ. അതുപോലെ ഫസ്റ്റ് 3D മൂവി ഓഫ് മലയാളം. മലയാളത്തിലെ ആദ്യത്തെ 3D ചലച്ചിത്രം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യനാണിത്. മൈ ഡിയർ കുട്ടിച്ചത്തൻ. ഫസ്റ്റ് 3D മൂവി ഓഫ് മലയാളം. ആൻസർ എന്താണ്? മൈ ഡിയർ കുട്ടിച്ചത്തനാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് 200 കോടി ലഭിച്ച സിനിമ ഏതാണെന്ന് അറിയാം. ഏതാണ്? മഞ്ഞുമ്മൽ ബോയ്സ്. അതാണ് മഞ്ഞുമ്മൽ ബോയ്സ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ മലയാള സിനിമാ നടൻ ആരാണ്? ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ മലയാള സിനിമാ നടൻ ആരാണ്? ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ മലയാള സിനിമാ നടനാണ് പ്രേം നസീർ. ഫസ്റ്റ് കേട്ടോ, പ്രേം നസീർ വാസ് ദ ഫസ്റ്റ് മലയാളം മൂവി ആക്ടർ അപ്പിയർഡ് ഓൺ ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ മലയാള സിനിമാ നടനാണ് ആര്? പ്രേം നസീർ. പ്രേം നസീർ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ലോക്സഭ MP ആകുന്ന ആദ്യത്തെ മലയാള സിനിമാ നടൻ ആരാണ്? ലോക്സഭ MP ആകുന്ന ആദ്യത്തെ മലയാള സിനിമാ നടൻ ആരാണ്? ഇന്നസെന്റ് ആണ്. ഇന്നസെന്റ് ആണ് കേട്ടോ. ഇന്നസെന്റ് വാസ് ദ ഫസ്റ്റ് ലോക്സഭ MP ഫ്രം മലയാളം ഫിലിം ഇൻഡസ്ട്രി. മലയാളം സിനിമാ മേഖലയിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുത്ത ആദ്യത്തെ മലയാള സിനിമാ നടനാരാണ്? ഇന്നസെന്റ് ആണ്. അതുപോലെ രാജ്യസഭ MP ആകുന്ന ആദ്യത്തെ മലയാള സിനിമാ നടനാരാണ്? രാജ്യസഭ MP ആകുന്ന ആദ്യത്തെ മലയാള സിനിമാ നടനാരാണ്? സുരേഷ് ഗോപിയാണ്. ആരാണ്? സുരേഷ് ഗോപിയാണ് കേട്ടോ. ഫസ്റ്റ് രാജ്യസഭ MP ഫ്രം മലയാളം ഫിലിം ഇൻഡസ്ട്രി. ആൻസർ എന്താണ്? ആൻസർ സുരേഷ് ഗോപി. സുരേഷ് ഗോപി. അതുപോലെ തന്നെ അമ്മ എന്ന താരസംഘടനയുടെ ആദ്യകാല പ്രസിഡന്റ് ആരായിരുന്നു? അമ്മ എന്ന താരസംഘടനയുടെ ആദ്യകാല പ്രസിഡന്റ് ആയിരുന്നു ഇന്നസെന്റ് കേട്ടോ. അതുപോലെ തന്നെ അമ്മ എന്ന താരസംഘടനയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? മോഹൻലാലാണ് കേട്ടോ. പ്രസന്റ് പ്രസിഡന്റ് ഓഫ് അമ്മ. അമ്മയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? മോഹൻലാലാണ്. അമ്മയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് മോഹൻലാലാണ്. അമ്മ എന്ന താരസംഘടനയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് മോഹൻലാൽ. അതുപോലെ തന്നെ കേട്ടോ, നടനവിസ്മയം എന്നറിയപ്പെടുന്ന ആരാണ്? മോഹൻലാലാണ്. മോഹൻലാൽ ഈസ് നോൺ ആസ് നടനവിസ്മയം. മോഹൻലാലാണ് നടനവിസ്മയം എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇത് മലയാള സിനിമയിലെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വേറെ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിന് തുടർച്ചയായിട്ട് കാണുക കേട്ടോ. തുടർച്ചയായിട്ട് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക്
നമ്മൾ പറയുന്നതിൻ്റെ ഒരു ഒരു വീഡിയോയിൽ പറയുന്ന ബാക്കിയാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ തുടർച്ചയായിട്ട് കാണുക, കേട്ട് പഠിക്കുക. ഒരു നടികർ തിലകം എന്നറിയപ്പെടുന്ന ആരാണ്? നടികർ തിലകം എന്നറിയപ്പെടുന്ന ആരാണ്? ശിവാജി ഗണേശനാണ് കേട്ടോ. ശിവാജി ഗണേശൻ ഈസ് നോൺ ആസ് നടികർ തിലകം. അതുപോലെ തന്നെ ഉലകനായകൻ എന്നറിയപ്പെടുന്നതാണ്. ഉലകനായകൻ എന്നറിയപ്പെടുന്നതാണ് കമലഹാസനാണ്. കമലഹാസൻ ഈസ് നോൺ ആസ് ഉലകനായകൻ. അതുപോലെ സ്റ്റൈൽ മന്നൻ എന്നറിയപ്പെടുന്നതാണ്. സ്റ്റൈൽ മന്നൻ എന്നറിയപ്പെടുന്നതാണ് രജനീകാന്താണ് കേട്ടോ. സ്റ്റൈൽ മന്നൻ എന്നറിയപ്പെടുന്ന രജനീകാന്താണ്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ കേട്ടോ വീഡിയോ തുടർച്ചയായിട്ട് കാണുക. കാരണം വീഡിയോ കാണുന്നത് തുടർച്ചയായിട്ട് കാണുക. നിങ്ങൾ വീണ്ടും പറയുകയാണ്, ഒരു വ്യക്തിയും വീഡിയോ കാണാൻ നിർബന്ധിക്കില്ല. വീഡിയോ കാണുന്നത് തുടർച്ചയായിട്ട് കാണുക.